ഹായ് ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ക്വിസാറ്റിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കുറച്ച് അപ്ഡേറ്റ്സ് ആണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ക്വിസാറ്റിൻ്റെ സൈറ്റാണിത്. അപ്പോൾ ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാൻ സീറ്റ് വേക്കൻസി ബിടെക്കിൻ്റെയും ഇൻഡിക്കേറ്റഡ് MSCയുടെയും ഇട്ടിരുന്നു. അപ്പോൾ അത് എവിടെ നിന്നാണ് എടുക്കാമെന്ന് കുറച്ച് പേര് ചോദിച്ചിരുന്നു. കണ്ടില്ലേ, ഇത് ഇവിടെ ലാസ്റ്റ് സീറ്റ് വേക്കൻസി എന്ന് പറഞ്ഞാൽ ബിടെക്കിൻ്റെയും ഇൻഡിക്കേറ്റഡ് MSCയുടെയും കാണിക്കുന്നുണ്ട്. ഇത് ലാപ്ടോപ്പിൽ നിന്ന് ആയതുകൊണ്ടാണ്. കമ്പ്യൂട്ടറിൽ നിന്ന് ഇങ്ങനെ മൊബൈലിൽ നിന്നാണെങ്കിൽ മൊബൈലിൽ ഡെസ്ക്ടോപ്പ് സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ കാണാൻ പറ്റും കേട്ടോ. അതാണ് ഒന്നാമത്തെ അപ്ഡേറ്റ്. പിന്നെ വേറെന്ന് വെച്ചാൽ ബിടെക് പാർട്ട് ടൈം റാങ്ക് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കുറേ പേര് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതാണ് പാർട്ട് ടൈം ബിടെക്കിന്ന്. അപ്പോൾ ക്വിസാറ്റ് 2-3 കോഴ്സുകൾക്ക് പാർട്ട് ടൈം ബിടെക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് സിവിൽ, മെക്കാനിക്കൽ, കെമിക്കൽ എഞ്ചിനീയറിംഗ് അങ്ങനെ 3 സബ്ജക്റ്റിലാണ്. അത് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ലിസ്റ്റാണ് അത്. പിന്നെ വരുന്നത് ഫെസിലിറ്റി ഫോർ അപ്ലോഡിംഗ് ഫിസിക്കൽ ആൻഡ് ഐ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഫ്രം DG ഷിപ്പിംഗ് അപ്രൂവ്ഡ് ഡോക്ടേഴ്സ് ഫോർ ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് ഇസ് അവൈലബിൾ ഇൻ കാൻഡിഡേറ്റ് പ്രൊഫൈൽ. ജനറൽ റാങ്ക് 1001 to 2000. ദ ലാസ്റ്റ് ഡേറ്റ് ഫോർ അപ്ലോഡിംഗ് ദ സെയിം ഈസ് 2/11/2020. അപ്പോൾ മറൈൻ എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് 1 തൊട്ട് 320 വരെ റാങ്ക് ഉള്ളവർക്കും പിന്നീട് 321 തൊട്ട് 1000 വരെ ഉള്ളവർക്ക് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇത് 1000 തൊട്ട് 2000 വരെ റാങ്ക് ഉള്ളവർക്ക് അവരുടെ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് അടുത്ത അപ്ഡേറ്റ്. പിന്നുള്ളത് BVOCൻ്റെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാൻഡിഡേറ്റ് പ്രൊഫൈൽ അത് നോക്കിയാൽ കാണാൻ പറ്റും. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഫോർ സർട്ടിഫിക്കറ്റ് അപ്ലോഡിങ് ആൻഡ് പേയ്മെൻറ്റ് 31/10 അതായത് ഇന്നാണ്. അപ്പോൾ ചെയ്യാത്തവരൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്യാം കേട്ടോ. അടുത്തതാണെങ്കിൽ PGയുടെ മാർക്ക് കൺഫർമേഷൻ ഫെസിലിറ്റീസ് അവൈലബിൾ ഇൻ കാൻഡിഡേറ്റ് പോർട്ടലാണ്. ലാസ്റ്റ് ഡേറ്റ് ഫോർ കൺഫർമേഷൻ അത് ഇന്ന് തന്നെയാണ്. ടൈം കൊടുത്തിട്ടുണ്ട്, 10 PM വരെ പറ്റും കേട്ടോ. 31 തീയതി 10 PM വരെ. അപ്പോൾ ഫെസിലിറ്റി ഇവിടെ അതിന് മുമ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് PGയുടെ മാർക്ക് അവർ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തതെന്നുള്ളതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്തിട്ടുണ്ടായി. ഇതാണത്. ക്യുസാറ്റ് നോട്ടിഫിക്കേഷൻ അഡ്മിഷൻ ടു PG ആൻഡ് 3-year LLB പ്രോഗ്രാംസ്. അഡ്മിഷൻ ടു പോസ്റ്റ് ഗ്രാജുവേറ്റ് എക്സെപ്റ്റ് MTech ആൻഡ് 3-year LLB പ്രോഗ്രാംസ് ഓഫ് ക്യുസാറ്റ് ഫോർ അഡ്മിഷൻ ഓഫ് ഇയർ 2020-2021 will be conducted based on the marks obtained by candidates in the qualifying examination. അപ്പോൾ MTechനും 3-year LLBക്ക് ഒഴിച്ച് മറ്റ് കോഴ്സുകൾക്കെല്ലാം കാൻഡിഡേറ്റ്സിന് ക്വാളിഫയിങ് എക്സാമിനേഷന് ലഭിച്ച മാർക്ക് അനുസരിച്ചിട്ടായിരിക്കും റാങ്ക് ലിസ്റ്റ് കാൽക്കുലേറ്റ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള പ്രൊസീജിയർ താഴെ കൊടുത്തിരിക്കുകയാണ്. ഇത് ജനറൽ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് ഇൻഡെക്സ് മാർക്ക്. ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ജനറൽ ഫോർമുലയാണിത്. ഫോർ കോഴ്സസ് വിത്ത് സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് സബ്ജക്ട്സ് ഇൻ ദ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. പല കോഴ്സസിനും പല എലിജിബിലിറ്റി ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഓരോത്തിനും കാൽക്കുലേറ്റ് ചെയ്യുന്ന ബേസ്ഡാണ്, മാർക്ക് ബേസ്ഡ് സിസ്റ്റമാണിത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ലൈക്ക് P1 ആൻഡ് P2 ആൻഡ് P3, അതായത് ഡിഗ്രി ഓഫ് കോഴ്സസ് ആണെന്ന് വിചാരിക്കുക. പാർട്ട് 3 ഇതിൽ ഇതാണ് 3 മെയിൻ സബ്ജക്റ്റ് എന്ന് വിചാരിക്കുക കാൽക്കുലേറ്റ്. അപ്പോൾ ടോട്ടൽ പാർട്ട് 3 ക്യാൻ ബി കാൽക്കുലേറ്റഡ്. ടോട്ടൽ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് P1ൻ്റെ മാർക്കും P2ൻ്റെ മാർക്കും പ്ലസ് P3യുടെ മാർക്കും കൂട്ടിയിട്ടാണ് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുക. ആഡിങ് വെയിറ്റേജ് ഫോർ P1, ദ സബ്ജക്റ്റ് നീഡ് മോർ വെയിറ്റേജ് ആസ് പെർ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. അപ്പോൾ ഒരു കോഴ്സ് ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിൽ ചില ഫിസിക്സിൻ്റെ ആയിരിക്കും കുറച്ച് ഡിഗ്രിയിലെ ഫിസിക്സിൻ്റെ മാർക്കിന് കുറച്ച് വെയിറ്റേജ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ T എന്ന് പറയുന്ന ടോട്ടൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യണത് നമ്മളിപ്പോൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത മാർക്ക് ഉണ്ടല്ലോ M എന്ന് പറഞ്ഞാൽ, അതിൻ്റെ കൂടെ P1ൻ്റെ മാർക്ക് കൂടി ആഡ് ചെയ്യും. അതായത് ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സിൻ്റെ മാർക്ക് കൂടി ആഡ് ചെയ്തത്. അപ്പോൾ 2P1 + P2 + P3 ആണ്. അങ്ങനെയാണ് T കാൽക്കുലേറ്റ്. ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ T/2 × P1 പ്ലസ് മാക്സിമം മാർക്ക് ഓഫ് P2 പ്ലസ് മാക്സിമം മാർക്ക് ഓഫ് P3 × 1000. അങ്ങനെയാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. MSc ഫിസിക്സ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ BSc ഡിഗ്രി ഫിസിക്സ് വിത്ത് ഫിസിക്സ് മെയിൻ ആൻഡ് മാത്തമാറ്റിക്സ് സബ്സിഡിയറി വിത്ത് അറ്റ്ലീസ്റ്റ് 55% മാർക്സ് ഇൻ ഫിസിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ P1 കേസിൽ ഫിസിക്സ് ആയിരിക്കും, P2 മാത്തമാറ്റിക്സും, P3 കെമിസ്ട്രി ആയിരിക്കും. അല്ലെങ്കിൽ വേറെ ഏതാണ് കോംപ്ലിമെൻ്ററി സബ്ജക്റ്റ് ഉള്ളത്. ഇപ്പോൾ ഇവിടെ കെമിസ്ട്രിയാണ് എടുത്തിരിക്കണേ. അപ്പോൾ P1 എന്ന് പറയുന്നത് 400 ആണെന്ന് വിചാരിക്കുക. P2 190, P3 170. അപ്പോൾ മാക്സിമം മാർക്ക് ഓഫ്
P1 എന്ന് പറയുന്നത് 600-ലാണ് 400, P2 ആണെങ്കിൽ 200-ലാണ് 190, P3 എന്ന് പറയുന്നത് 200-ആണെന്ന് വിചാരിക്കാം. അപ്പോൾ T എന്ന് പറയുന്നത് 2 × 400, താഴെ നമ്മളിത് കൊടുത്തേക്കണം 2 × 400 പ്ലസ് 190 മാക്സിമം മാർക്ക് ഓഫ് P2 പ്ലസ് 170, ഇതായിരിക്കും 1175. അപ്പോൾ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ടി ഈക്വൽ ടു 1165. അപ്പോൾ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് T ഡിവൈഡഡ് ബൈ 2 × 600 പ്ലസ് 200 പ്ലസ് 200, അതായത് മാക്സിമം മാർക്ക് ഓഫ് P2 P3 എത്രയെന്ന് കൊടുത്തിട്ട് ഇൻറ്റു 1000 ആഡ് ചെയ്യും. അങ്ങനെയാണ് 728 കിട്ടുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്ത എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. MSc മറൈൻ ബയോളജിക്ക് ആണെങ്കിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് BSc ഡിഗ്രി ഇൻ ജിയോളജി, പിന്നെ ഫിസിക്സ് ഓർ കെമിസ്ട്രി വിത്ത് അറ്റ്ലീസ്റ്റ് 60% അഗ്രഗേറ്റ് മാർക്കാണ്. അപ്പോൾ P1 ക്യാൻ ബി, P1 അങ്ങനെ കാണിക്കുന്നത് ജിയോളജി ആവും, ഫിസിക്സ് ആവും, കെമിസ്ട്രി ആവും. P1 എന്ന് പറഞ്ഞാൽ മെയിൻ സബ്ജക്റ്റ് ആണ്, വിച്ച് ക്യാൻ ബി സെലക്ടഡ് ആസ് പെർ കാൻഡിഡേറ്റ്സ് മാർക്ക് ലിസ്റ്റ്. P2 ആൻഡ് P3 ക്യാൻ ബി ദ മാർക്സ് ഫോർ അതർ 2 സബ്സിഡിയറി സബ്ജക്ട്സ്. പിന്നെ സപ്പോസ് കാൻഡിഡേറ്റ് സെക്രട്ടറി BSc ഡിഗ്രി ജിയോളജി ആണ് വിചാരിക്കുന്നത്, കെമിസ്ട്രി മാത്തമാറ്റിക്സും സബ്സിഡിയറി സബ്ജക്റ്റാണെന്ന് വിചാരിക്കുക. വി ക്യാൻ ചൂസ് P1 ജിയോളജി ആയിട്ട് എടുക്കാം, P2 കെമിസ്ട്രി, P3 അപ്പോൾ ഇൻഡെക്സ് ഇത് നേരത്തെ പോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെയാണ് മാർക്ക് ബേസ്ഡ് സിസ്റ്റത്തിൽ ചെയ്യുന്നത്. ഇനി ക്രെഡിറ്റ് ബേസ്ഡ് സിസ്റ്റത്തിലാണെങ്കിൽ P1, P2 and P3 be the main subjects considered for calculating indexും C1, C2 and C3 അതിൽ ടോട്ടൽ ക്രെഡിറ്റ്സ് ഓഫ് ഈച്ച് സബ്ജക്ട്സ് ആണെന്ന് വിചാരിക്കുക ആസ് പെർ ദ മാർക്ക് ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്. അപ്പോൾ CP1, CP2 and CP3 ആർ പെർസെൻറ്റേജ് ഓഫ് GPA or CGPAയുടെ പെർസെൻറ്റേജ് ഓഫ് P1, P2, P3 റെസ്പെക്റ്റീവ്ലി സെക്യൂർഡ് ബൈ കാൻഡിഡേറ്റ് എന്ന് വിചാരിക്കുക. അപ്പോൾ ടോട്ടൽ ഇക്വലൻ്റ് മാർക്സ് കാൽക്കുലേറ്റ് ചെയ്യണത് ഇക്വലൻ്റ് മാർക്ക് എസ് ആണെങ്കിൽ CP1 × C1 പ്ലസ് CP2 × C2 പ്ലസ് CP3 × C3 ഡിവൈഡ് ബൈ C1 പ്ലസ് C2 പ്ലസ് C3. അപ്പോൾ ഇതിൽ CP1 എന്ന് പറയുന്നത് CGPA അല്ലെങ്കിൽ GPA ഓഫ് P1 × 100/K, പിന്നെ CP2 എന്ന് പറഞ്ഞാൽ CGPA GPA × 100 ഡിവൈഡ് ബൈ K, CP3 എന്ന് പറഞ്ഞാൽ CGPA ഓഫ് P3 × 100 ഡിവൈഡ് ബൈ K. അപ്പോൾ K എന്ന് പറയുന്നത് സ്കെയിലാണ് ക്രെഡിറ്റ് സിസ്റ്റം. K എന്ന് പറഞ്ഞാൽ 4 ക്രെഡിറ്റ് സിസ്റ്റമാണ്. K6 4 ക്രെഡിറ്റ് 4 ക്രെഡിറ്റ് സിസ്റ്റം, 6 ക്രെഡിറ്റ് സിസ്റ്റമിന് K6 എടുക്കും, ആൻഡ് K10 for 10 ക്രെഡിറ്റ് സിസ്റ്റം. അപ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് സിസ്റ്റം ഏതാണെന്ന് വെച്ചാൽ അതനുസരിച്ചിരിക്കുക. ഇനി സ്റ്റാൻഡർഡൈസ് S ഔട്ട് ഓഫ് 1000. S1 എന്ന് പറയുന്നത് S × 10. പിന്നെ ഏഡ് വെയിറ്റേജ് ഓഫ് P1 സബ്ജക്ട് ദാറ്റ് നീഡ് മോർ വെയിറ്റേജ് ആസ് പെർ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഓഫ് ദ കോഴ്സ്. അപ്പോൾ T = S1 പ്ലസ് CP1. അങ്ങനെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യിക്കുന്നത് T/1100 × 1000. എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലിയർ ആയി മനസ്സിലാവും കേട്ടോ. MSc ഫിസിക്സിന് എലിജിബിലിറ്റി ക്രൈറ്റീരിയ BSc ഡിഗ്രി വിത്ത് ഫിസിക്സും മെയിനും മാത്തമാറ്റിക്സ് സബ്സിഡിയറിയും വിത്ത് അറ്റ്ലീസ്റ്റ് 55 മാർക്സ് ഇൻ ഫിസിക്സ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ. അപ്പോൾ അതിൽ P1 ഫിസിക്സ്, P2 മാത്തമാറ്റിക്സ്, P3 ഏത് കോംപ്ലിമെൻ്ററി സബ്ജക്റ്റ് ആണെന്ന് എങ്കിൽ അത്. അപ്പോൾ 4 പോയിൻറ്റ് ക്രെഡിറ്റ് സിസ്റ്റമാണെന്ന് വിചാരിക്കണേ, കേക്ക് 4 ആണ്. അപ്പോൾ ടോട്ടൽ ക്രെഡിറ്റ് ഫോർ P1 എന്ന് പറയുന്നത് 15, P2 P2 പിന്നെ C2 എന്ന് പറയുന്നത് 18 വിചാരിക്കുക. ടോട്ടൽ ക്രെഡിറ്റ് ഫോർ P3 ടോട്ടൽ ക്രെഡിറ്റ് ഫോർ P1 P2-ന് 18-ഉം P3-ക്ക് 18 ആണെന്ന് വിചാരിക്കുക. CGPAയുടെ P1 3.8-ഉം CGPA P2-ൻ്റെ 3.2-ഉം P3-യുടെ 3.5 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ CP1 എന്ന് പറയുന്നത് അങ്ങനെ ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക. 3.8 × 100 ഡിവൈഡ് ബൈ 4, അതായത് 95 ആയിരിക്കും. CP2 എന്ന് പറയുന്നത് 3.2 × 100 ഡിവൈഡ് ബൈ 4, അത് 80 ആയിരിക്കും. CP3 എന്ന് പറയുന്നത് തേർഡ് സബ്ജക്റ്റിൻ്റെ 3.5, അതിൻ്റെ ക്രെഡിറ്റ് ഇത്രയാണല്ലോ, അപ്പോൾ അതിൻ്റെ 100 ഡിവൈഡ് ബൈ 4, അപ്പോൾ 88.5 ആയിരിക്കും. അപ്പോൾ S എന്ന് പറയുന്നത് 50 × 95 പ്ലസ് 18 × 80, അതായത് ഓരോന്നിൻ്റെയും ക്രെഡിറ്റ് ഓരോ സബ്ജക്റ്റിൻ്റെ എടുക്കും. എന്നിട്ട് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ഫോർമുല വെച്ചിട്ട് എസ്സിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളിവിടെ ഒരു ഫോർമുല എടുത്തിട്ടുണ്ടല്ലോ, അത് വെച്ചിട്ട് എസ് കാൽക്കുലേറ്റ് ചെയ്യും. അതായത് ഇത് വെച്ചിട്ട് എസ് കാൽക്കുലേറ്റ് ചെയ്യും.
ഇനി S1 അതേപോലെ കാൽക്കുലേറ്റ് ചെയ്യും. S1 എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് 1000. അപ്പോൾ ഇവിടെ നമുക്ക് 1000 ആണ് കിട്ടിയത്. പിന്നെ ഡിവൈഡ് ബൈ 1100 ഇൻറ്റു 1000. അപ്പോൾ 909.09 വരും. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് മൾട്ടിപ്പിൾ മെയിൻ സബ്ജക്ട്സിൻ്റെ കേസിൽ P1, P2 ആൻഡ് P3 ക്യാൻ ബി ടേക്കൺ ആസ് പെർ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഓഫ് ദ കോഴ്സ് അനുസരിച്ച് മൾട്ടിപ്പിൾ സബ്ജക്റ്റിൻ്റെ കേസിൽ എടുക്കാം. ഇനി ജനറൽ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് ഇൻഡെക്സ് മാർക്ക് ഫോർ കോഴ്സസ് വിത്ത് വേരിയസ് കോമ്പിനേഷൻ ഓഫ് സബ്ജക്റ്റ് മാർക്ക് ബേസിസ്. ഇപ്പോൾ പല കോമ്പിനേഷനുള്ള സബ്ജക്റ്റാണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. ടു കാൽക്കുലേറ്റ് ഇൻഡെക്സ് മാർക്ക് can be calculated by considering the marks or grades of the subject excluding languages കൂട്ടാതെ ഉള്ള സബ്ജക്റ്റിൻ്റെ ഇൻഡെക്സ് മാർക്ക് വെച്ചാണ് കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റിൻ്റെ ഫോർമുല T ഇതാണ്. മാക്സിമം മാർക്ക് ഓഫ് P1 പ്ലസ് മാക്സിമം മാർക്ക് ഓഫ് P2 പ്ലസ് മാക്സിമം മാർക്ക് ഓഫ് P3. അപ്പോൾ പല സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ എല്ലാത്തിൻ്റെ മാക്സിമം മാർക്ക് ഡിവൈഡ് ഇൻറ്റു 1000 ചെയ്യും. MCAയുടെ കാര്യമാണെന്ന് ഇരിക്കുക. എലിജിബിലിറ്റി ക്രൈറ്റീരിയസ് എനി സയൻസ് ഗ്രാജുവേറ്റ് വിത്ത് മാത്തമാറ്റിക്സ് ആസ് വൺ ഓഫ് സബ്ജക്റ്റ് ഓർ ഗ്രാജുവേറ്റ് ഇൻ ഇലക്ട്രോണിക്സ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി. ഇതാണ് ഇപ്പോൾ MCAയുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. ഇനി സപ്പോസ് കാൻഡിഡേറ്റ് സ്റ്റഡി BSc മാത്തമാറ്റിക്സ് വിത്ത് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ആണ് സബ്സിഡിയറി സബ്ജക്റ്റായെന്ന് വിചാരിക്കുക. അപ്പോൾ P1 മാത്സും P3 ഫിസിക്സും P2 ഫിസിക്സും P2 ആണ് ഇവിടെ ഫിസിക്സ് വരിക. P3 കെമിസ്ട്രിയും P4 ഏതെങ്കിലും സബ്ജക്റ്റാണെന്ന് വിചാരിക്കുക. അപ്പോൾ P1 കാൽക്കുലേറ്റ് ചെയ്യണത് P1 400, P2 190, P3 175, 14 അങ്ങനെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മാക്സിമം മാർക്ക് ഓഫ് P1 ആണെങ്കിൽ 600, മാക്സിമം മാർക്ക് ഓഫ് P2 200, മാക്സിമം മാർക്ക് ഓഫ് 200, അങ്ങനെ ഓരോന്നിൻ്റെ മാർക്ക്. അപ്പോൾ T കാൽക്കുലേറ്റ് ചെയ്യണത് 400 പ്ലസ് ഓരോന്നിൻ്റെയും മാർക്ക് ആഡ് ചെയ്യുക. ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അത് ഡിവൈഡഡ് ബൈ പിന്നെ മാക്സിമം മാർക്ക്. അപ്പോൾ 762.5 ആണ് വരിക. ഇനി ക്രെഡിറ്റ് ബേസ്ഡ് സിസ്റ്റം ആകുമ്പോൾ P1, P2 ആൻഡ് P3 ബി ദ സബ്ജക്ട്സ് എക്സ്ക്ലൂഡിങ് ലാംഗ്വേജസ്. അങ്ങനെയാണെങ്കിൽ C1, C2, C3 with the total credits of the subjects as per the mark list of candidate. CP1, CP2, CP3, CP4 etc. are percentage of GPA or CGPA of P1, P2, P3, P4 etc. അപ്പോൾ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് CP1 ഇൻറ്റു C1 പ്ലസ് ഓരോന്നിൻ്റെയും എടുത്തിട്ട് CP2 ഇൻറ്റു C2 പ്ലസ് അങ്ങനെ ഡിവൈഡ് ബൈ C1 പ്ലസ് C2 പ്ലസ് C3 പ്ലസ് C4 ഇൻറ്റു 10. അപ്പോൾ CP1 എന്ന് പറഞ്ഞാൽ CGPA അതിൽ CP1 എന്ന് പറയുന്നത് CGPA ഓർ GPA എന്താണെന്ന് വെച്ചാൽ P1 ഇൻറ്റു 100 ഡിവൈഡ് ബൈ K. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് K എന്ന് പറയുന്നത് സ്കെയിൽ ഓഫ് ദ ക്രെഡിറ്റ് സിസ്റ്റം ആണ്. K4 ഫോർ ക്രെഡിറ്റ് സിസ്റ്റം ആണെങ്കിൽ K4, 6 ആണെങ്കിൽ K6. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. MCAക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയസ് എനി സയൻസ് ഗ്രാജുവേറ്റ് വിത്ത് മാത്തമാറ്റിക്സ് എസ് വൺ ഓഫ് ദി സബ്ജക്ട്സ് ഓർ ഗ്രാജുവേറ്റ്സ്. നേരത്തെ പറഞ്ഞ പോലെ കാൻഡിഡേറ്റ്സ് സ്റ്റഡിയുടെ BSc മാത്സ് വിത്ത് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി സബ്സിഡിയറായി പഠിച്ചു എന്നിരിക്കാം. P1 മാത്സ് ആണ്, P2 ഫിസിക്സ് ആണ്, P3 കെമിസ്ട്രി ആണ്, ആൻഡ് P4 സബ്ജക്റ്റ് അതർ ദാൻ ലാംഗ്വേജസ് ആണ് വിചാരിക്കാം. ആൻഡ് 4 പോയിൻ്റ് ക്രെഡിറ്റ് സിസ്റ്റത്തിലായതുകൊണ്ട് K4. അപ്പോൾ ക്രെഡിറ്റ് P1 എന്ന് പറയുന്നത് ടോട്ടൽ ക്രെഡിറ്റ് ഫോർ P1 C1 50, ടോട്ടൽ P2യുടെ C2 80, ടോട്ടൽ ക്രെഡിറ്റ് ഫോർ C3 18, ടോട്ടൽ ക്രെഡിറ്റ് ഫോർ P4 C4 8. അപ്പോൾ CGPA ഫോർ P1 3.8, P2ന് 3.2, P3ക്ക് 3.54, P4ന് 3. അപ്പോൾ CP1 എന്ന് പറയുന്നത് 3.8 ഇൻറ്റു 100/4, അതായത് ക്രെഡിറ്റ്സിൻ്റെ ഇത് എത്രയാണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. CP2 എന്ന് പറയുന്നത് ഡിവൈഡ് ബൈ 4, അതിൻ്റെ ക്രെഡിറ്റ് ഡിവൈഡ് ബൈ 4 അങ്ങനെ ചെയ്തിട്ട് ഓരോന്നിൻ്റെയും CP1 CP2 ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുക. ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് അപ്പോൾ 50 ഇൻറ്റു 95 ഇപ്പോൾ കിട്ടിയ ഇത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഓരോന്നിൻ്റെയും ഇതും. അപ്പോൾ പ്ലസ് 18 ഇൻറ്റു 80 പ്ലസ് 18 ഇൻറ്റു 88.5 പ്ലസ് 8 ഇൻറ്റു 75 ഡിവൈഡഡ് ബൈ നമ്മൾ ഇവിടെ കൊടുത്തില്ലേ C1, C2, C3 അതുപോലെ ചെയ്ത എന്നിട്ട് മൾട്ടിപ്ലൈഡ് ബൈ 10 ചെയ്യുക. അപ്പോൾ 891 വരും. ഇനി കോഴ്സസ് ജസ്റ്റ് ഏതൊക്കെയാണ് ഓരോ കോഴ്സിൻ്റെ എങ്ങനെയാണ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. MSc കെമിസ്ട്രിക്ക് ആണെങ്കിൽ ഇൻഡെക്സ് മാർക്ക് യൂസ് ഫോർമുല ഗിവൺ ഇൻ ടേബിൾ 1 വിത്ത് P1 കെമിസ്ട്രി ഓർ പോളിമർ അത് പറഞ്ഞിട്ടുണ്ട്. P2 ഇതും P2 മാത്തമാറ്റിക്സ്, P3 ഏതെങ്കിലും കോംപ്ലിമെൻ്ററി. അതേപോലെ MSc ബയോടെക്നോളജിക്ക് ആണെങ്കിൽ P1 ലൈഫ് സയൻസ് മെയിൻ, P2 ഏറെ കോംപ്ലിമെൻ്ററി സബ്ജക്റ്റ് 1, P3 ഏതെങ്കിലും കോംപ്ലിമെൻ്ററി സബ്ജക്റ്റ് 2.
MSc മാത്തമാറ്റിക്സിനും അതേപോലെ അങ്ങനെ ഓരോ സബ്ജക്റ്റിൻ്റെയും ഏത് ഇത് വെച്ചിട്ടാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഏത് ടേബിൾ 1 പ്രകാരമാണോ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫോറൻസിക് സയൻസിൻ്റെ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ മാർക്സ് സെക്യൂർഡ് ബൈ കാൻഡിഡേറ്റ്സ് എക്സ്ക്ലൂഡിംഗ് ലാംഗ്വേജസ് ക്യാൻ ബി യൂസ് ടു കാൽക്കുലേറ്റ് ഇൻഡെക്സ് മാർക്ക്. യൂസ് ദ ഫോർമുല പ്രൊവൈഡഡ്. ടേബിൾ 2 കൊടുത്തിരിക്കുന്ന ഫോർമുലയാണ് ഇൻഡെക്സ് മാർക്കിന് യൂസ് ചെയ്യേണ്ടത്. സ്റ്റാൻഡർഡൈസ് മാർക്സ് ഒബ്റ്റെയിൻഡ് ബൈ candidates out of 1000 ചെയ്യുക. ഇൻ കേസ് ലാംഗ്വേജസ് ആർ നോട്ട് പാർട്ട് ഓഫ് കാൻഡിഡേറ്റ് കോഴ്സിൻ്റെ യൂസ് ടോട്ടൽ മാർക്സ് ഇൻ ദ ക്വാളിഫയിങ് എക്സാമിനേഷൻ ടു കാൽക്കുലേറ്റ് ഇൻഡെക്സ്. ലാംഗ്വേജസ് പാർട്ട് അല്ലെങ്കിൽ കോഴ്സിൻ്റെ ഭാഗം അല്ലെങ്കിൽ ടോട്ടൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ടേബിൾ 2 ആണ്. കമ്പ്യൂട്ടർ സയൻസ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഡാറ്റാസ് അതിനെല്ലാം ടേബിൾ 2 തന്നെ. ഇതിനൊക്കെ ഇലക്ട്രോണിക്സിനും ഇൻസ്ട്രുമെൻറ്റേഷനും അതെല്ലാം ഈ ഒരു മെത്തേഡാണ്. മറൈൻ സയൻസിൻ്റെ കൊടുത്തിട്ടുണ്ട്. മറൈൻ എല്ലാ കോഴ്സിൻ്റെ അങ്ങനെ എല്ലാ PG കോഴ്സുകളെയും കൊടുത്തിട്ടുണ്ട്. സോഷ്യൽ സയൻസിലെ കോഴ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഹ്യൂമാനിറ്റീസ് കൊടുത്തിട്ടുണ്ട്. ലോ കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ലോയുടെ ആണെങ്കിൽ ടോട്ടൽ മാർക്സ് സെക്യൂർഡ് ബൈ കാൻഡിഡേറ്റ്സ് ഇൻ ക്വാളിഫൈ എക്സാമിനേഷൻ ക്യാൻ ബി യൂസ് ടു കാൽക്കുലേറ്റ് ഇൻഡെക്സ് മാർക്സ്. സ്റ്റാൻഡർഡൈസ് മാർക്സ് ഒബ്റ്റെയിൻഡ് ബൈ കാൻഡിഡേറ്റ് ഔട്ട് ഓഫ് 1000. The equation used by respective university can be utilized to convert CGPA to percentage in case of credit-based system. 1 year LLM-ൻ്റെ ആണത്. 3 year LLB-യുടെ അതിൻ്റെ അടുത്ത കൊടുത്തിട്ടുണ്ട്. 3 year LLB-യുടെ total marks obtained by candidates in qualifying examination can be used to calculate the index mark. Standardized marks obtained by candidate out of 1000. The equation used by respective university can be utilized to convert CGPA to percentage in case of credit-based system. 1 year LLM പോലെ തന്നെയാണ് അതിൻ്റെ വരുന്നത്. പിന്നെ 1 year LLM IPR വരുന്നുണ്ട്. LLM IPR PhD LLM IP PhD അതിൻ്റെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ദീൻദയാൽ ഉപാധ്യായ കൗശൽ കേന്ദ്രത്തിലെ MVOC കോഴ്സസ് ഉണ്ടല്ലോ അതിനും അതിൻ്റെയും എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. MVOC ടെക്നോളജി ആൻഡ് മാനേജ്മെൻറ്റ് കൺസൾട്ടിങ്ങും MVOC മൊബൈൽ ഫോൺ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് രണ്ടിൻ്റെയും ക്രൈറ്റീരിയ കൊടുത്തിട്ടുണ്ട്. പിന്നെ റാങ്ക് ലിസ്റ്റ് ഫോർ ദോസ് കോഴ്സ് ക്യാൻ ബി പ്രിപ്പയർഡ് ബേസ്ഡ് ഓൺ ദ ഇൻഡെക്സ് മാർക്ക്. ഇൻ കേസ് ഇൻഡെക്സ് മാർക്സ് ഫോളോയിങ് ഇത് ടൈ ഒക്കെ ആണെങ്കിൽ താഴെ പറയുന്ന ക്രൈറ്റീരിയ ഫോളോ ചെയ്യും ടൈ ബ്രേക്ക് ചെയ്യാനായിട്ട്. ഫസ്റ്റ് യൂസ് ഫോർ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റഡ് യൂസിങ് ഫോർമുല പ്രൊവൈഡഡ് ഇൻ ടേബിൾ 1 പ്രകാരമാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്താണെങ്കിൽ ടൈ ബ്രേക്ക് ചെയ്യാൻ ഫസ്റ്റ് P1ൻ്റെ മാർക്ക് കൺസിഡർ ചെയ്യും. പിന്നെ ടൈ കണ്ടിന്യൂ ആണെങ്കിൽ P1 + P2 + P3 കൺസിഡർ ചെയ്യും. പിന്നെയും ടൈ കണ്ടിന്യൂസ് ആണെങ്കിൽ ഇംഗ്ലീഷ് മാർക്കിൻ്റെ മാർക്കായിരിക്കും. പിന്നെയും കണ്ടിന്യൂ ആണെങ്കിൽ ടോട്ടൽ മാർക്സ് സ്കോർഡ് ഇൻ ഡിഗ്രി എക്സാമിനേഷൻ കൺസിഡർ ചെയ്യും. അതും കണ്ടിന്യൂ ആണെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഓഫ് കാൻഡിഡേറ്റും പിന്നെ എന്നിട്ടും ടൈ നിൽക്കുകയാണെങ്കിൽ ആൽഫബറ്റിക്കൽ ഓർഡർ ഓഫ് ദി നെയിം ഓഫ് കാൻഡിഡേറ്റ് വിൽ ബി കൺസിഡേർഡ്. ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റഡ് യൂസിങ് ടോട്ടൽ മാർക്ക് എക്സ്ക്ലൂഡ് ലാംഗ്വേജസ് ഉൾപ്പെടുത്താത്തതാണെങ്കിൽ ഫസ്റ്റ് യൂസ് ടോട്ടൽ മാർക്സ് സ്കോർഡ് ഇൻ ഇംഗ്ലീഷ് പാർട്ട് 1 ഏതാണെന്ന് വെച്ചാൽ ഇഫ് ടൈ കണ്ടിന്യൂസ് യൂസ് ടോട്ടൽ മാർക്സ് സ്കോർഡ് ഇൻ ഡിഗ്രി എക്സാമിനേഷൻ. ഇഫ് ടൈ കണ്ടിന്യൂസ് ടേക്ക് ദ ഡേറ്റ് ഓഫ് ബർത്ത് കാൻഡിഡേറ്റ് ആൻഡ് ദെൻ ആൽഫബറ്റിക് ഓർഡർ മേ ബി കൺസിഡേർഡ്. ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റഡ് യൂസിങ് ടോട്ടൽ മാർക്സ് ഓഫ് ഡിഗ്രി ആണെങ്കിൽ ഫസ്റ്റ് യൂസ് മാർക്സ് സ്കോർഡ് ഇൻ ഇംഗ്ലീഷ്. പിന്നെ ടൈ കണ്ടിന്യൂ ആണെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഓഫ് കാൻഡിഡേറ്റ് ഇൻ ദ ആൽഫബറ്റിക് ഓർഡർ ഓഫ് ദി നെയിം മേ ബി കൺസിഡേർഡ്. MA ഹിന്ദിക്കാണെങ്കിൽ ഫസ്റ്റ് യൂസ് ടോട്ടൽ മാർക്സ് സ്കോർഡ് ഇൻ ഡിഗ്രി എക്സാമിനേഷൻ. പിന്നെ ടൈ കണ്ടിന്യൂ ആണെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഓഫ് കാൻഡിഡേറ്റ് പിന്നെ ആൽഫബറ്റിക്കൽ ഓർഡർ ഓഫ് ദ നെയിം ഓഫ് കാൻഡിഡേറ്റ് മേ ബി കൺസിഡേർഡ്. അപ്പോൾ ഇതാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള മാർക്ക് നിങ്ങളുടെ പ്രൊഫൈലുണ്ട്. അപ്പോൾ ഇന്ന് വെരിഫൈ ചെയ്തിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇത് കാണുമ്പോൾ ജസ്റ്റ് കുറച്ചൊരു ഇതൊക്കെ കൺഫ്യൂസിങ് ഒക്കെ ആയി തോന്നുമെങ്കിലും ഒന്നുകൂടി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ സംഭവം ക്ലിയർ ആവും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് അപ്ഡേറ്റ് ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ പറയുന്ന പോലെ ലൈക്കും ഷെയറും കമൻറ്റെല്ലാം ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.